ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSLC കെമിസ്ട്രി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയൊക്കെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റഡി ടിപ്സാണ് യൂസ് ചെയ്യേണ്ടത്, ഓർഗാനിക് കെമിസ്ട്രിക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. ഇതിന് മുന്നേ സോഷ്യൽ സയൻസും മലയാളം പഠിക്കാനുള്ള ഈസി ട്രിക്സിൻ്റെയും വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പഠിച്ചത് എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഗൈഡ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ എൻ്റെ മോഡൽ എക്സാമിന് എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ള കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയൊരു പ്രശ്നമായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൽ ആദ്യത്തെ 5 പാഠം ഓർഗാനിക് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള 5 പാഠം വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ അമോണിയ പ്രിപ്പറേഷൻ, സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പറേഷൻ്റെ ഒക്കെ പാഠം, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് അതിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഇപ്പോൾ ഈ ഒരു സമയമില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റസത്തെ ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോൾ കൺസെപ്റ്റിൽ നിന്ന് കുറേ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ ഒരു പ്രോബ്ലംസൊക്കെ മെയിനായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ലെറ്റസസിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം പഠിക്കുക തന്നെ ചെയ്യുക. പിന്നെ 1ാമത്തെ ചാപ്റ്ററിലുണ്ട് ലെറ്റസസിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ മാക്സിമം പഠിക്കുക. ഇനി എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകെ ചെയ്യേണ്ടത് ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ PYQസും അതുപോലെ തന്നെ റിവിഷനും നൽകി അതിനെ ട്രീറ്റ് ചെയ്യാം. റിവിഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ മറന്നുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ നിന്നൊക്കെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ നിന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വരും, അവിടെയൊക്കെ നന്നായി ശ്രദ്ധിച്ചിരിക്കും, അവർ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ അവിടെ എഴുതി വെക്കും. വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് പലവർക്കും എന്താ എഴുതി വെച്ചത് പോലും തിരിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കാം. കാരണം ഇതാണ്, നമ്മൾ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി സിമ്പിളാണ്. റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഓർഗാനിക് കെമിസ്ട്രിക്ക് നൽകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ടിപ്പ്. ഇനി ഏത് പാഠമാണ് ഓർഗാനിക്കിന് ഫസ്റ്റ് പഠിക്കേണ്ടത്? നിങ്ങൾ അത്യാവശ്യമൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു 6ാമത്തെ പാഠം ഉണ്ടല്ലോ, ഓർഗാനിക്കിൻ്റെ തുടക്കം പാഠം, അവിടെയാണ് നോമൻക്ലേച്ചറൊക്കെ പഠിക്കുന്നത് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ആ പാഠത്തിൻ്റെ ഒരു ബേസൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് പഠിച്ച് മടുത്തു എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്റർ പഠിക്കുക. കാരണം 7ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓർഗാനിക്കിൻ്റെ തിയറീസൊക്കെയാണ് പഠിക്കാനുള്ളത്. പല റിയാക്ഷൻസ് പഠിക്കാനുണ്ട്, സോപ്പിൻ്റെ മാനുഫാക്ചർ അങ്ങനെ എന്തൊക്കെ പഠിക്കാനുണ്ട്, തെർമൽ ക്രാക്കിംഗ്, പോളിമറൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് അവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ തിയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് പഠിച്ചിട്ട് സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിനായിട്ട് PYQs റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പല ഭാഗത്തും നമ്മൾ കളക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിക് പഠിക്കാനുള്ള മെയിനായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ റിവിഷൻ നടത്താം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 6ാമത്തെ ചാപ്റ്റർ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പിന്നെ 6ാമത്തെ ചാപ്റ്റർ ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും 7ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോകരുത്. കാരണം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല ഓർഗാനിക് നെയിംസ് പഠിക്കുന്നുണ്ട്, പല കോമ്പൗണ്ട്സിൻ്റെയും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 6ാമത്തെ ചാപ്റ്റർ ഓർഗാനിക്കിൻ്റെ ഒരു ബേസിക്സ് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ആദ്യം അതൊന്ന് സെറ്റാക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 7ാമത്തെ ചാപ്റ്റർ പഠിക്കുക. പിന്നെ ഇതാണ് നിങ്ങളുടെ മോഡലിന് കഴിഞ്ഞ കൊല്ലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല മോഡലിൻ്റെയും പബ്ലിക്കിൻ്റെയും. സാധാരണ നമുക്ക് കിട്ടുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെയുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പറിനെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 സെക്ഷനിൽ നമുക്ക് ചോയ്സസ് ഉണ്ടായിരിക്കും. എല്ലാ സെക്ഷനിലും നമുക്ക് 1-2 ക്വസ്റ്റ്യനൊക്കെ വിടാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ എഴുതുക, അങ്ങനെയാണ്. അതേപോലെ തന്നെ അവസാനത്തെ സെക്ഷനിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏറ്റവും മിനിമം മാർക്ക് എന്ന് പറയുന്നത് തുടങ്ങുന്ന മാർക്ക് 1 മാർക്കും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ആൻസർ ചെയ്യുക. പബ്ലിക് എക്സാമിനാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ നല്ല അറിയുന്ന വിചാരിച്ചിട്ടൊക്കെ എഴുതി ആൻസേഴ്സൊക്കെ ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടൊക്കെ തെറ്റാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എഴുതിയുള്ള ക്വസ്റ്റ്യൻ അവിടെ ഒരു ശരി ഉത്തരമായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വലിയ രീതിയിൽ മാർക്ക് നമുക്ക് ലോസ് ആവില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മാക്സിമം ആൻസർ ചെയ്യാതിരിക്കുക. കാരണം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ഉത്തരം ശരിയാവണമെന്നില്ല. അത് നമ്മുടെ പേപ്പറിന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷനാണ് കൊടുക്കാൻ നോക്കുന്ന ആൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ചെയ്യേണ്ട നല്ലത്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം മാർക്കൊന്നും പോകില്ല. അപ്പോൾ നമുക്ക് നല്ല അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മാക്സിമം ആൻസർ ചെയ്യുക. ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസിനൊന്നും നമ്മൾ അധികം ആൻസർ ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്നെ സഹായിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രീ മോഡൽ എക്സാം. കെമിസ്ട്രിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ 2-3 ചാപ്റ്റേഴ്സൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ പ്രീ മോഡൽ എക്സാം ഉണ്ടായിരിക്കും മിക്ക സ്കൂളിലും. അതുകൊണ്ട് തന്നെ ഈ 2-3 ചാപ്റ്റേഴ്സ് വളരെ കുറവ് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യും. കാരണം ഓരോ ചാപ്റ്ററിനും വെക്കാവുന്ന മാക്സിമം ലെവൽ ഓഫ് അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ആൻസർ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ അല്ലാത്ത പാഠങ്ങളായിക്കോട്ടെ ഏതായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് പിന്നീട് പബ്ലിക് എക്സാമിനെ നേരിടാൻ സാധിക്കും ഇതൊക്കെ ആൻസർ ചെയ്യുന്നതിലൂടെ. പിന്നെ അതേപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്, ഒരു ഗൈഡാണ് ഇതെന്ന് പറയുന്നത്. ലേബർ ഇന്ത്യയുടെ ഓൾ ഇൻ ഓൾ സബ്ജക്റ്റിൻ്റെ ഗൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓൾ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. എല്ലാ ചാപ്റ്റേഴ്സിലും ഇൻക്ലൂഡഡ് ആണ്. ഇത് ഏകദേശം 250 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ അതുപോലെ തന്നെ മോൾ കൺസെപ്റ്റിൻ്റെയൊക്കെ കുറേ ചോദ്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ ആൻസർ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് ടഫായിട്ടുള്ള ഒരു ഭാഗമായിരിക്കും മോൾ കൺസെപ്റ്റിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എത്ര ആൻസർ ചെയ്താലും പലർക്കും മനസ്സിലാവാതെ കൺഫ്യൂഷനായിട്ട് കിടക്കുന്ന ഓരോ ടോപ്പിക്സ് ആയിരിക്കും മോൾ കൺസെപ്റ്റിൻ്റെ ഓരോ പ്രോബ്ലംസ്. അതൊക്കെ കുറേ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൻസർ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. മോൾ കൺസെപ്റ്റ് ഏകദേശം നമുക്ക് മനസ്സിലാക്കും. പിന്നെ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു ബുക്കാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു പ്രിൻ്റ് ഔട്ടാണ്, ഒരു PDF പ്രിൻ്റ് ഔട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാജ്യോതിയുടെ ഒരു പ്രിൻ്റ് ഔട്ടായിരുന്നു. ഇതിൽ കുറേ വർക്ക് ഷീറ്റ് അവൈലബിൾ ആണ്, അഥവാ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അത് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ് ചാപ്റ്റർ വൈസ് ആയിട്ട്. അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ആൻസർ കീയും ഇതിൻ്റെ ഒപ്പം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ അത്യാവശ്യം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. കണ്ടോ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഓർഗാനിക്കിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട്. കണ്ടോ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഓർഗാനിക്കിനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മാക്സിമം നമ്മൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോകുക. അതുപോലെ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ട്, പല റിയാക്ഷൻസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇതാണ് മാർച്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺസ് വരിക. ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ 4 എഴുതുക. അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് വരിക. ആ രീതിയിൽ തന്നെയായിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് മോഡൽ എക്സാമിന് കിട്ടിയിട്ടുള്ള മാർക്കാണ്. അപ്പോൾ എനിക്ക് മോഡലിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഞാൻ സ്കോർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ കൃത്യമായ രീതിയിൽ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് അറിയുന്ന ഉത്തരമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വല്ല ചെറിയ മിസ്റ്റേക്ക് കൊണ്ടോ അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഴുതിയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാർക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ആൻസർ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു സൈക്ലോബ്യൂട്ടേൻ്റെയും ഒക്കെ ഉള്ള ഈ ഒരു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അമോണിയയുടെ ഒക്കെ പ്രിപ്പറേഷൻ വരുന്ന ഒരു ഭാഗത്ത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു ചോദ്യമാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ അമോണിയ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, ഇത് ഏത് പ്രോസസ്സിലൂടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ കോൺടാക്ട് പ്രോസസ്സ്, അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ചെയ്താൽ ചോദിക്കാറുണ്ട്. അത് വനേഡിയം പെൻറ്റോക്സൈഡ് അഥവാ V2O5. ഒരു ആൽക്കെയിൻ തന്നിട്ട് ആൽക്കെയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിലത്തെ ആൾക്കാർ തന്നിട്ട് അതിനെ ഏതെങ്കിലും റിയാക്ഷൻ്റെ ബേസിസിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്തൊന്നാണ് ഐസോമെറിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കൊരു കോമ്പൗണ്ട് തരും, അതിനുശേഷം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നതിന് ശേഷം ആ ഒരു ചെയിനെ നമ്മൾ ഐസോമെറിസത്തിൻ്റെ ബേസിസിൽ പല ഐസോമെറിസമായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് ഇതേപോലെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ചെയിൻ ഐസോമെറിസം ആയിരിക്കും അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിരിക്കും, നിരവധി ഐസോമെറിസം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മളോട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3rd ചാപ്റ്റർ സംതിങ്, അതിൽ നിന്ന് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ പഠിക്കുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പഠിക്കാനുണ്ട്. ആ റിയാക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ റിയാക്ഷൻ്റെ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. സിങ്കും പ്ലസ് അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതേപോലെ തന്നെ AgNO3യും കോപ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എക്സാമ്പിളായിട്ട് പഠിക്കുക. അത് ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ പല റിയാക്ഷൻസ് ആ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. എല്ലാ റിയാക്ഷനും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചാപ്റ്ററാണ് മെറ്റൽസിൻ്റെ ഒക്കെ ഒരു പാടുണ്ട്. ആ മെറ്റൽസിൻ്റെ പാഠത്തിൽ മെറ്റലർജിയുടെ പല പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. പല റിയാക്ഷൻസ് ഒക്കെ അവസാന ഭാഗത്തൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകുക.
ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഗ്യാസ് ലോസ്. ചാൾസ് ലോ ഉണ്ട്, ബോയിൽസ് ലോ ഉണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചാൾസ് ലോയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എപ്പോഴും ചാൾസ് ലോയുടെ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ബോയിൽസ് ലോയുടെ എക്സാമ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ ഒക്കെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ച് പോകണം എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ ഏതെങ്കിലും ലോയുടെ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കാറുണ്ട്, ഏത് ലോ ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ലോസിനെയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഗ്യാസ് ലോസ് എന്ന് വരുന്ന മോൾ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ തന്നെ പ്രോബ്ലംസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരാവുന്ന മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.